ഒരു രക്തസാക്ഷിത്വം ഉണ്ടാകുമ്പോൾ ആ രക്തസാക്ഷിത്വം പണം സമാഹരിക്കാനുള്ള ഒരു അവസരമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കാണുന്നു. ആ രക്തസാക്ഷി ഫണ്ട് ഉപയോഗിച്ച് കൊലയാളികളെ തീറ്റിപ്പോറ്റുകയാണ് സംസ്ഥാനത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതിന് ധനരാജിൻ്റേതുൾപ്പെടെയുള്ള രക്തസാക്ഷിത്വ ഫണ്ടിൽ നിന്ന് പണം പോയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കൊലയാളികളെ സംരക്ഷിക്കാനും അവർ പരോളിൽ ഇറങ്ങുമ്പോൾ അവർക്കുള്ള പോക്കറ്റ് മണിയായി നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരത്ലാൽ കൃപേഷ് രക്തസാക്ഷിത്വത്തിന് ഇന്നേക്ക് 7 ആണ്ട് തികയുകയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് നേരെ അന്വേഷണം നടക്കുകയും CBI കോടതി 24 പ്രതികളുണ്ടായിരുന്നതിൽ 10 പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കുകയും KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ മുൻ MLA അടക്കമുള്ള ആളുകളെ 5 വർഷ കാലഘട്ടത്തിലേക്ക് ശിക്ഷിക്കുകയും ചെയ്തു. അതിൽ MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്ന് തന്നെ ജാമ്യത്തിലുമാണ്. എന്നാൽ ശിക്ഷിക്കപ്പെട്ട 10 പ്രതികളിൽ ആദ്യ മാസം തന്നെ പിന്നിടുമ്പോൾ തന്നെ അവർക്ക് 30 ദിവസത്തെ ജാമ്യം പരോൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ നിൽക്കുമ്പോൾ പോലും ആ കേസിലെ 2 പ്രതികൾ പരോളിലാണ്. ബാക്കിയുള്ള ആളുകൾ 15 ദിവസത്തെ പരോൾ പൂർത്തീകരിച്ച് തിരികെ ജയിലിലേക്ക് പോയി. ഇപ്പോൾ സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ വളരെ പ്രമാദമായ കൊലക്കേസുകളിൽ, രാഷ്ട്രീയ കൊലക്കേസുകളിൽ പ്രതികളാക്കപ്പെട്ട ആളുകൾക്ക് പോലും വളരെ നിർലോഭമായ രീതിയിൽ പരോൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തിനകത്തുണ്ടാകുന്നു. പരോൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ അവസാന കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രതികൾക്കെല്ലാം തന്നെ പരോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് അതിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നത്. പരോൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ അനുസരിച്ച് ഒഴിവാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ മക്കളുടെയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ വിവാഹമോ മരണമോ മറ്റെന്തെങ്കിലും ചികിത്സ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമാണ് പരോൾ കൊടുക്കേണ്ടത്. അതല്ലാത്ത പക്ഷം ജയിലിലെ നല്ല നടപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവരുടെയൊക്കെ വീട്ടിൽ എന്നും വിവാഹവും എന്നും കല്യാണമുള്ളതുപോലെയാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെ പല പ്രതികൾക്കും ഇങ്ങനെ നിർലോഭമായ രീതിയിൽ പരോൾ ലഭിക്കുകയാണ്. ഈ പരോൾ ലഭിച്ച് ഇവിടെ പുറത്തു വരുന്ന പ്രതികൾക്കൊന്നും തന്നെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് വരാൻ വേണ്ടി സാധിക്കില്ല. കാരണം അങ്ങനെയാണ് പരോളിൻ്റെ വ്യവസ്ഥ കൊടുക്കുന്നത്. പക്ഷെ അത് ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷേ ഇവിടെ വരാൻ സാധിക്കാത്ത പ്രതികൾ പരോളിൽ ഇറങ്ങുകയും അവർക്ക് താമസിക്കാൻ സൗകര്യങ്ങളുണ്ടാവുകയും അവരുടെ പരോൾ കാലാവധി ആഘോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിനുള്ള പണം എവിടെ നിന്നാണ്? CPM-നെ സംബന്ധിച്ച് രക്തസാക്ഷിത്വ ഫണ്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കൊലക്കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കൊലയാളികളെ അവർക്ക് പരോൾ ഇറങ്ങുമ്പോൾ കൊടുക്കുന്ന പോക്കറ്റ് മണിയായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തിനകത്തുണ്ട്. ഒരു രക്തസാക്ഷിത്വം ഉണ്ടാകുമ്പോൾ ആ രക്തസാക്ഷിത്വം പണം സമാഹരിക്കാനുള്ള ഒരു അവസരമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കാണുന്നു. ആ രക്തസാക്ഷി ഫണ്ട് ഉപയോഗിച്ച് കൊലയാളികളെ തീറ്റിപ്പോറ്റുകയാണ് സംസ്ഥാനത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതിന് ധനരാജിൻ്റേതുൾപ്പെടെയുള്ള രക്തസാക്ഷിത്വ ഫണ്ടിൽ നിന്ന് പണം പോയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കൊലയാളികളെ സംരക്ഷിക്കാനും അവർ പരോളിൽ ഇറങ്ങുമ്പോൾ അവർക്കുള്ള പോക്കറ്റ് മണിയായി നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധിയായ പോരാട്ടങ്ങൾ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബത്തിന് നടത്തേണ്ടതായി വന്നു. CBI കോടതിയുടെ വിധിന്യായം പുറത്തു വരുന്ന സമയത്ത് പോലും ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്കും ഇപ്പോഴും കടന്നുപോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൊലപ്പെടുത്താൻ വന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികൾ, അവരുമായി ബന്ധപ്പെട്ട വിധിന്യായത്തിൽ അവരുമായി ബന്ധപ്പെട്ട പരാമർശം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇപ്പോഴും ഒരു തുടരന്വേഷണത്തിന് സാധ്യതകളുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ശരത്ലാൽ കൃപേഷ് വധവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ തുടരന്വേഷണത്തിനുള്ള എല്ലാ സാധ്യതകളും സർക്കാർ പരിശോധിക്കും എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.